പാറമേക്കാവ് പൽപ്പനാവൻ എന്ന് പറഞ്ഞ ആന ബീഹാർ ആനയാണ്. ആ ആനയുടെ എടുപ്പ് എന്തായിരുന്നു? രാമേന്ദ്രേട്ടനായിരുന്നു. പാറമേക്കാവ് പൽപ്പനാവൻ എന്ന് പറഞ്ഞ ആനയുടെ തലയെടുപ്പ് രാമേന്ദ്രേട്ടനായിരുന്നു. ആള് 10 പവന്റെ ചെയിനൊക്കെ ഇട്ട് ആനയും പിടിച്ച് വരണ കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്രഭയും ആനയിലേക്ക് വരും. അതാണ് ആളുടെ പവറായിരുന്നു. നേരാമണ്ണം നല്ല കയ്യോ മുഖമോ ഒന്നും ഇല്ലാത്തൊരു ആനയായിരുന്നു. യോഗം ചെയ്തൊരാന. പാറമേക്കാവിൽ അമ്മയുടെ കോലം കയറ്റാൻ ഭാഗ്യമുണ്ടായി. തൃപ്പൂണിത്തറ, വൈക്കത്ത് അഷ്ടമിക്കൊക്കെ ഞാൻ പോയി ആനയോടെ. അപ്പം അതങ്ങനെ ചില ആനകൾക്ക് കിട്ടുന്നൊരു നിയോഗമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ആനയുടെ പവർ എന്ന് പറയുന്നത് രാമചന്ദ്രൻ. അതിന് ഒരുപാട് ആനക്കാർ കയറി. ബീഹാറിൽ നിന്ന് വന്ന കാലത്ത് തന്നെ ബീഹാറിൽ നിന്ന് വന്ന വഴിക്ക് തലകെട്ട് കെട്ടിയ ആനയാണത്. ഈ പലപ്പോഴും അത്ര സാധു പിടിച്ച ആനയായിരുന്നു ആദ്യമൊക്കെ. ചെറിയ ചെറിയ പോക്കരുതരം പിന്നീട് ഉണ്ടായി. പക്ഷേ അത് വന്ന അഴിച്ച് ആറാട്ടുപുഴ രാമൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പിന്നെ കടുവ വേലേതേട്ടൻ്റെ ഒരു അളിയുണ്ട് രാമൻകുട്ടി. അനിയനല്ല, അളിയനൊരു രാമൻകുട്ടിയുണ്ട്. അനിയൻ മാത്രമല്ല, അളിയനും ഉണ്ട് രാമൻകുട്ടിയാണ്. ആൾ കൊണ്ടുവരുന്നു. ആളുടെ കൂടെ ഒരു പ്രേതം ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. പിന്നീടാണ് കണ്ണുമണിയേട്ടൻ പറഞ്ഞത്. അദ്ദേഹം പാറമേക്കാവിലല്ല, മന്ദിരത്തിൽ നിന്നുണ്ട് ഇപ്പോൾ കണ്ണുമണിയേട്ടൻ. ആൾ നന്നായി കൊണ്ടുവന്നിട്ട് പിന്നെ രാമചേട്ടൻ പറഞ്ഞു. രാമചേട്ടൻ വന്ന കാലഘട്ടം തൊട്ട് ആനയ്ക്ക് പിന്നീട് ഒരു ആനയുടെയും ആളുടെയും സമയമായിരിക്കും നല്ല പ്രശസ്തിയായിരുന്നു. അത് ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ആളുടെ ഇഷ്ടം എന്താ വെച്ചാൽ